ചോദിച്ചാൽ അവന്റെ മറുപടി ഒരു സുഖം. അത് ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ഒരു കള്ളു കുടിക്കുന്നവനോട് എന്താണ് കള്ളു കുടിച്ചത് കൊണ്ട് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന്റെ മറുപടി ഒരു സുഖം. എന്താണ് സ്വർഗാനുരാഗം കൊണ്ട് നിനക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരല്പസമയത്തെ സുഖം. തന്റെ ചുണ്ടിൽ ഒരു ലഹരി പദാർത്ഥം തിരികെ വെക്കുന്നതിലൂടെ എന്തു ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനുള്ള മറുപടി ഒരു ചെറിയ സുഖം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറയാനുള്ളത് ഒരു ചെറിയ സുഖമാണ് അതിലൂടെ എനിക്ക് ലഭിക്കാനുള്ളത്. എങ്കിൽ പ്രിയമുള്ളവരെ, നാം നഷ്ടപ്പെടുത്തുന്നത് വിശാലമായ പ്രവിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സുഖാനുഭൂതികളാണ്. ആ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ലഭിക്കണമെങ്കിൽ ദുനിയാവിലെ ചില സുഖങ്ങളിൽ നിന്ന് പിന്മാറിയേ തീരൂ, അരുതെന്നു പറഞ്ഞേ തീരൂ. ദുനിയാവിലെ നൈമിഷികമായ സുഖത്തിനു വേണ്ടി പ്രവിശാലമായ സ്വർഗത്തിലെ കാഴ്ചകൾ നഷ്ടപ്പെടുത്തരുത്. കള്ളുകുടിക്കുന്ന ഈ ലോകത്ത് നമുക്ക് എത്ര സൗകര്യം ലഭിച്ചാലും, എത്ര സംവിധാനം ലഭിച്ചാലും, എത്ര ആരോഗ്യം ലഭിച്ചാലും, എന്തെല്ലാം ലഭിച്ചാലും ഒരു നാശത്തെ നമ്മൾ ഭയപ്പെടുന്നു, ഒരു തകർച്ചയെ നമ്മൾ ഭയപ്പെടുന്നു. അത് നമ്മുടേതല്ലാതാകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നു എന്നത് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. നമ്മുടെ ശരീര പ്രകൃതം പോലും അതിനുള്ള തെളിവാണ്. ചെറുപ്രായത്തിലുള്ള നമ്മുടെ അവസ്ഥയല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊലിപ്പുറത്തുള്ളത് എന്നത് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ കാലചക്രം മുന്നോട്ട് ഗമിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതിന്റെ ഓരോന്നിന്റെയും മാറ്റ് കുറഞ്ഞു പോകുമെന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണെങ്കിൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാനുള്ള സകല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഖാലിദീന ഫീഹ, അത് ശാശ്വതമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ സ്വർഗത്തിൽ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, നിങ്ങൾ ആരോഗ്യവാന്മാരായി ജീവിക്കൂ, നിങ്ങൾ ഒരിക്കലും രോഗം ബാധിക്കുകയില്ല. നിങ്ങൾ ആരോഗ്യത്തോടുകൂടെ നിങ്ങൾ എന്നെന്നും ജീവിക്കൂ, നിങ്ങൾ ഒരിക്കലും മരണം വരിക്കുകയില്ല. നിങ്ങൾ യുവാക്കളായി യുവത്വം നിലനിർത്തി മുന്നോട്ട് പോകൂ, നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യം നേരിടുകയില്ല. നിങ്ങൾ ഇതിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൂ, നിങ്ങൾക്കൊരിക്കലും ഇവിടെ നിരാശപ്പെടേണ്ട ഒരു ഘട്ടവും ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയെങ്കിൽ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്റെ സഹോദരിമാരെ, നമുക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ അവിടെ നമ്മുടേതായുള്ളത് മുഴുവൻ നമ്മുടേത് സ്വന്തമാണെന്ന്, അതിന് മങ്ങലേൽക്കുകയില്ലെന്ന്, അതിന് മാറ്റു കുറയുകയില്ലെന്ന്, അതിന് യാതൊരുവിധ കുറവും സംഭവിക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സ്വർഗത്തെ കുറിച്ച് നമുക്ക് എത്രത്തോളം വർണ്ണിക്കാൻ സാധിക്കും? വളരെ പരിമിതമായ വർണ്ണന മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്റെ അടിയാന്മാർക്ക് ഞാൻ ഒരുക്കി വെച്ച സ്വർഗലോകം മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനസ്സിനും വിഭാവനം ചെയ്തുകൊണ്ട് അവന്റെ ഭാവനയിൽ നിന്ന് സ്വർഗത്തെ വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുമ്പോൾ സഹോദരങ്ങളെ, അതൊരിക്കലും വർണ്ണിക്കാനാവാത്ത അത്ഭുതത്തിന്റെ ഗേഹമാണ്, സുഖാഡംബര ജീവിതത്തിന്റെ ഗേഹമാണ്. അതിലൊരിക്കൽ പ്രവേശിച്ച ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സൗകര്യം, ഏതെങ്കിലും ഒരു സംവിധാനം, അതിനോട് മടുപ്പോ ചടപ്പോ ഇത്രയും കാലം ലഭിച്ചുകൊണ്ടിരുന്ന ഈ അനുഗ്രഹം ഇനിയൊന്നും മാറിക്കിട്ടിയിരുന്നെങ്കിലെന്ന് അവന്റെ മനസ്സിലോ ചിന്തയോ ഒരിക്കലും വരികയില്ല എന്നുള്ളതാണ്. നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ, നമുക്കൊരു വസ്ത്രമുണ്ടെങ്കിൽ, നമുക്കൊരു ചെരിപ്പുണ്ടെങ്കിൽ, നമുക്കൊരു സൗകര്യമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണമെന്ന് നാം ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ ഇതൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിലെന്ന് ഒരു ചേഞ്ച് കൊതിക്കാത്ത ഒരു ലോകമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ സ്വർഗലോകം എന്ന് പറയുന്നത്. അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് സ്വർഗാവകാശിക്ക് മടുപ്പോ വെറുപ്പോ ചടപ്പോ ഉണ്ടാവുകയില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, മാറ്റമില്ലാതെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അസംതൃപ്തി ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. പൂർണ്ണ സംതൃപ്തകരമായ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഐശത്തുർ റാദിയ, സംതൃപ്തകരമായ ജീവിതമെന്ന് വ്യാഖ്യാനിച്ചത് രണ്ട് സ്ഥലത്താണ്. ഒന്ന്, നാളെ ആഖിറത്തിൽ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവൻ ഫഹുവ ഫീ ഐശത്തിർ റാദിയ, അവൻ സംതൃപ്തകരമായ ജീവിതത്തിലാണ്. മറ്റൊന്ന്, നാളെ സ്വർഗലോകത്ത് പ്രവേശിക്കുന്നവൻ, സ്വർഗത്തിന് അവകാശം ലഭിക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം നാളെ മീസാനിൽ നന്മകളുടെ ഭാഗം കനം തൂങ്ങി സ്വർഗാവകാശിയായി മാറുന്നവൻ
ഫീ ഈശത്തിർ റാദിയ, അവൻ സംതൃപ്തികരമായ ജീവിതത്തിലാണ്. മാനസിക ചോദിച്ചത് മറ്റാരുമല്ല, നജറാനിലെ ക്രൈസ്തവർ. നജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ സംഘം പ്രവാചകനോട് ചോദിച്ചു, നീ അള്ളാഹിനെ കുറിച്ച് പറയണ്ടല്ലോ, ആരാണ് നിന്റെ അള്ളാഹ്? ഞങ്ങൾ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന ഏകദൈവം, ഞങ്ങളുടെ ദൈവം അതാ. നീ പറയുന്ന അള്ളാഹ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു അല്പനേരം ഈ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പകച്ചു. കാരണം ഒരൊറ്റ ചോദ്യം, ആരാണ് അള്ളാഹ് എന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടാവ് തമ്പുരാൻ, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? അതാ പടച്ച തമ്പുരാന്റെ വചനങ്ങൾ മണിമണിയായി വരുന്നു. പരിശുദ്ധ ഖുർആന്റെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 4 വചനങ്ങൾ സട്ടാവായ തമ്പുരാനെ കൃത്യമായി പരിചയപ്പെടുത്തുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണ് സർവേശ്വരനായ തമ്പുരാൻ? പറയുക കാര്യം, അവൻ ഏകനാണ് എന്നതാണ്. ഏകനും അദ്വിതീയനുമാണ് അവൻ. എല്ലാ അർത്ഥത്തിലും അസ്തിത്വപരമായി ഏകത്വം അവകാശപ്പെടുവാൻ സാധിക്കുന്ന സത്തയുള്ളവൻ. അതോടൊപ്പം തന്നെ അവനെപ്പോലെ മറ്റൊന്നുമില്ലാത്തവൻ. ആരാണോ അവൻ? അവൻ ആരാണ്? സമദ്. സമദാണ് അവൻ. ആരാണ് സമദ് എന്ന് പറഞ്ഞാൽ? സമദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ. എന്നാൽ എല്ലാം ആരെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് അവൻ. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, എന്നാൽ എല്ലാം എന്തിനെ ആശ്രയിച്ചാണോ നിലകൊള്ളുന്നത് അവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. അവൻ ആരെയെങ്കിലും ജനിപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല. പിന്നെയോ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അവൻ അറിയാൻ കഴിയോ? ഇല്ല. ഒന്നുമായും അവനെ സാദൃശ്യപ്പെടുത്തുവാൻ അവന് സമാന്തരമായി യാതൊന്നും തന്നെ ഇല്ല. ഇതാണ് സത്താവായ തമ്പുരാൻ. ഏകനായ, അദ്വിതീയനായ, ആശ്രയം ആവശ്യമില്ലാത്തവനായ, എല്ലാം ആശ്രയിച്ചു നിൽക്കുന്നവനായ, ആരും ജനിപ്പിച്ചിട്ടില്ലാത്ത, ആരെയും ജനിപ്പിച്ചിട്ടില്ലാത്ത, ഒന്നുമായും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത സർവേശ്വരനായ തമ്പുരാൻ.